പക്ഷേ ഇത് ഒരുമാതിരി സ്പൂഫ് പടമായി പോയടേ. ഡോൺലി ഉണ്ട്, ജോൺ വിക്ക് ഉണ്ട്, പ്രൊഫസർ ഉണ്ട്, മണി ഹൈസിലെ പ്രൊഫസർ, ഇവരൊക്കെ ഉണ്ട് സിനിമയിൽ. ഇന്ന് വേറെ വലിയ തമാശയാണ്. ഇന്ന് ആലപ്പുഴ ജിംഖാന കാണാൻ വേണ്ടിയിട്ട് ഒരു സിനിമക്ക് ബുക്ക് ചെയ്തു. അവസാനം വേറെ സ്ഥലത്ത് പോയിട്ട് വേണമായിരുന്നു അങ്ങോട്ടൊക്കെ പോകാൻ. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അവസാനം പിന്നെ ഗുഡ് ബാഡ് അഗ്ലിക്ക് തിയേറ്ററിൽ ആളുണ്ടെന്ന് കണ്ടപ്പോൾ അവിടത്തേക്ക് പോയി, അത് കണ്ട് തിരിച്ചു വന്നു, അത്ര തന്നെ. ബാക്കിയുള്ള സിനിമ നമ്മൾ നാളെ കാണും. നാളെ കണ്ടിട്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറയാം. ഗുഡ് ബാഡ് അഗ്ലി, തല അജിത്ത്, കടവളെ റെഡിയാമാമേ എന്നൊക്കെ പറഞ്ഞ് അതിക് രവിചന്ദ്രനാണ് സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത്. അതായത് മാർക്ക് ആന്റണിക്ക് ശേഷം പുള്ളി സംവിധാനം ചെയ്ത നെക്സ്റ്റ് പടമാണ്. ഇതൊരു പക്ക ഫാൻ ബോയ് ട്രീറ്റ് പടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലാബിലാണ് പടം വന്നിട്ടുള്ളത്. നമ്മൾ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല, സ്ട്രിക്ട്ലി ഫോർ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോയി കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഒരുമാതിരി സ്പൂഫ് പടമായി പോയടേ. സ്പൂഫ് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളി പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമുക്കറിയാം എഡിറ്റ് ചെയ്ത്, അതായത് മാഷപ്പ് ഇറക്കില്ലേ, ബർത്ത്ഡേക്കൊക്കെ സ്പെഷ്യൽ മാഷപ്പ് എന്ന് പറഞ്ഞിട്ട് കമൽഹാസനും വിജയ്ക്കും ദളപതിക്കും തലജിത്തിനും നമ്മുടെ മലയാളത്തിലെ മോഹൻലാലും മോട്ടിക്ക് എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 4-5 മിനിറ്റ് ഒരു 7 മിനിറ്റ് വീഡിയോ ആയിരിക്കും. അങ്ങനെയുള്ളൊരു വീഡിയോ തലജിത്തിൻ്റെ ഒരു വീഡിയോ അത് ഒരു 2.5 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് പടം, അത്രേ ഉള്ളൂ പടം. അതായത് ഫാൻസുകാരാണ് നിങ്ങൾ, തല അജിത്തിൻ്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് വർക്കൗട്ട് ആവും പടം. അതിനപ്പുറത്തേക്ക് ഒരു കഥ പോലും പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത്. അത് ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുമ്പോൾ ഒരു കണ്ടിന്യൂറ്റിയോ ഒരു കണക്ഷനോ ഒന്നും ഉണ്ടാവില്ല. ചുമ്മാ പുള്ളിയെ സ്ലോ മോഷനിൽ തോക്കും പിടിച്ച് നടത്തും, ഒരു 4-5 ഗെറ്റപ്പിൽ കാണിക്കും. അതിങ്ങനെ 2.5 മണിക്കൂർ കാണാം. പുള്ളിയുടെ കംപ്ലീറ്റ്ലി പടങ്ങളുടെ റെഫറൻസ് പക്ക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പടം തൊട്ട് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള പടത്തിൻ്റെ എല്ലാം കംപ്ലീറ്റ് റെഫറൻസ് ആണ് സിനിമ. അതാണ് പക്ക സ്പൂഫ് പടം. പക്ഷെ ഒരു ഫാൻ ബോയ് ട്രീറ്റ് എന്നൊക്കെ വന്ന് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത് ഇങ്ങനെയല്ല. ഞാൻ പ്രതീക്ഷിച്ച് പോകുന്നത് ഇങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ആ മാർക്കാൻ വലിയ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള അതേ പാറ്റേൺ ആണ്. അതായത് ഒന്നിനും സമയമില്ല, പുള്ളിക്ക് കിടന്നങ്ങ് ഓടണം, കഥ ഇങ്ങനെ പറഞ്ഞു തീർക്കണം, 2.5 മണിക്കൂറിൽ പറഞ്ഞു തീർക്കണം. പക്ഷെ ഇതൊരു 3 മണിക്കൂറിൽ പറഞ്ഞു തീർക്കേണ്ട കഥയാണ്. അതിങ്ങനെ എഡിറ്റിങ്ങിൽ ഇങ്ങനെ പടാന്ന് പറഞ്ഞിട്ട് പറക്കാണ് പടം. അതാണ് സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അതായത് ഒന്നിനും സമയമില്ല. ഒരു സീന് കാണിച്ച് ഒരു ഇമോഷണൽ ബിൽഡപ്പ് ചെയ്യാനോ നമുക്ക് ഓഡിയൻസിന് കണക്ട് ചെയ്യാനോ ക്യാരക്ടർ ആരൊക്കെയാണെന്ന് കാണിക്കാനോ ഒന്നിനും സമയമില്ല. ഓടണ ഓട്ടം എന്ന് പറഞ്ഞാൽ ഒരു മാലപ്പടക്കത്തിന് തിരികൊളിച്ച് പോലെ കൊളുത്തിക്കഴിഞ്ഞാൽ ഒരു പോക്കാണ് പടം. ഇൻ്റർവെല്ലൊന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ലൂപ്പിൽ ഒരു നമ്മൾ തലക്ക് പിടിച്ച അവസ്ഥയായിരിക്കും എന്ന് പറയില്ലേ, അതായിരുന്നു പടം. അങ്ങനെ ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ലാണ്ട് ഓടുന്നൊരു പടം. അത് ഞാൻ പറഞ്ഞ പക്ക മ്യൂസിക് ആയാലും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം പഴയ തമിഴ് പാട്ടുകളുണ്ട്, പുള്ളിയുടെ റെഫറൻസുകൾ, പുള്ളിയുടെ സിനിമയുടെ റെഫറൻസുകൾ, പുള്ളിയുടെ പഴയ ക്യാരക്ടറിൻ്റെ പേരുകൾ, ഗെറ്റപ്പുകൾ, അതിൻ്റെയൊക്കെ റെഫറൻസ്. അത് ഒരു ഫാൻ ബോയ് ട്രീറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന പടമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ മർസലും ലൂസിഫറും പേട്ടയും വിക്രമൊക്കെ ചെയ്തിട്ടുള്ള ഫാൻ ബോയ് ട്രീറ്റ് പടം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഞാൻ പറഞ്ഞത് ഇത് ഫാൻസുകാർക്ക് നിങ്ങൾക്ക് പോയി ആഘോഷിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സ്പൂഫ് പടം എന്നുള്ള രീതിയിൽ പോയി കാണാവുന്നത് അത്ര ആയിപ്പോയി. പിന്നെ എന്തൊക്കെയാണ് സിനിമയിൽ ഷൂട്ട് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞ ഡയലോഗ് ഒന്ന്, ഡബ് ചെയ്തപ്പോൾ വേറെ ഒന്ന്, അവസാനം ലിപ്പും ഇല്ല, സിങ്കും ഇല്ല, ഒന്നുമില്ല. അതേ പറഞ്ഞ പക്ക നമ്മളിങ്ങനെ ഒരു സീന് കഴിഞ്ഞു അടുത്ത സീനിലേക്ക് പോകുമ്പോഴും ഓക്കെ, കുറേ ആൾക്കാർ വരുന്നുണ്ട്, ഓക്കെ, ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട്, ഓക്കെ, കണ്ടിരിക്കുന്നുണ്ട്, ഓക്കെ. ഇതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലുള്ള സാധനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫാൻ ബോയ് ട്രീറ്റിൻ്റെ ഒരു കോറായിട്ട് ബാക്ക് ബോൺ ആയിട്ട് ഒരു സ്റ്റോറിയിലാണ് നമ്മൾ ആ ഒരു ഫാൻ ബോയിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഐഡലിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ വേറെ ലെവൽ ആവേണ്ട ഒരു പടമായിരുന്നു ഇത്. 4th വാൾ ബ്രേക്കിംഗ് അടക്കമുണ്ട് പടത്തിൽ. അപ്പോൾ അതാ പറഞ്ഞ ഒരു സ്പൂഫ് പടം എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന 2.5 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാൻ ബോയ് ട്രീറ്റ്, ഫാൻ ബോയ്സിനുള്ള ട്രീറ്റ്, സ്പെസിഫിക്കലി കട്ട് ആൻഡ് ക്ലിയർ ഫാൻസിന് വേണ്ടിയിട്ടുള്ള മാത്രം സാധനം, വേറെ ഒന്നുമല്ല. വേറെ ഒരു സാധനം പ്രതീക്ഷിച്ച് പോകും വേണ്ട. അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി തോന്നിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി സുഖം ഉണ്ടാകുമായിരുന്നു എനിക്ക് തോന്നി. ഇതിങ്ങനെ പുള്ളിക്ക് ഒന്നാമത് വയ്യാതായി സത്യം പറയല്ലോ. ഡാൻസ് കളിക്കാനൊന്നും പറ്റാതെയായി സത്യം പറഞ്ഞാൽ. ഇങ്ങനെ വെറുതെ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിനിടക്ക് വേറെ കുറെ കോമഡീസ് ഉണ്ട് എൻ്റെ മക്കളെ. ഡോൺലി ഉണ്ട്, ജോൺ വിക്ക് ഉണ്ട്, പ്രൊഫസർ ഉണ്ട്, മണി ഹൈസിലെ പ്രൊഫസർ, ഇവരൊക്കെ ഉണ്ട് സിനിമയിൽ. ഈ സ്പോയിലറായിട്ട് ഞാൻ പറയുന്നതല്ല, കാരണം അത് ഞാൻ പറഞ്ഞ സ്പൂഫ് പടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ കണ്ടിരിക്കാം.
അതൊക്കെ ഉണ്ട്. കോമഡി എന്നൊക്കെ പറഞ്ഞാൽ ഇത് നെറേറ്റ് ചെയ്യുന്നത് അത് വേണ്ട, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ കോമഡി പീസൊക്കെ ഉണ്ട്. പക്ഷെ അത് തിയേറ്ററിൽ കൈയടി കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഫാൻസുകാർക്ക് ചിലപ്പോൾ കൈയടിക്കാൻ തോന്നും. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അതൊക്കെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് ആസ്വദിക്കുക. അങ്ങനെയായിരിക്കും സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു മാഷപ്പ്, പുള്ളിയുടെ എല്ലാ പടത്തിൻ്റെ ഒരു മാഷപ്പാണ് സിനിമ. നമ്മൾ എഡിറ്റ് ചെയ്ത സമയത്ത് മാഷപ്പിൽ, നമ്മൾ ബർത്ത്ഡേ മാഷപ്പിൽ പുള്ളിയുടെ സിനിമയുടെ പീസ് എടുത്തിരുന്നുണ്ടെങ്കിൽ ഇത് അതിന് പകരം പുതിയ സീനുകൾ എഴുതിയിട്ടുണ്ടാക്കിയിട്ട് ഒരു സിനിമയാക്കി എന്നുള്ള രീതിയിലാണ് എനിക്ക് പടം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പടങ്ങൾ കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഏതൊക്കെ പടങ്ങൾ കണ്ടിട്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ അത്ര തന്നെ, ബൈ.